അപ്പോൾ ഇന്ത്യ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ശുഭാംശു ശുക്ല ഇപ്പോൾ നിലവിൽ ബഹിരാകാശത്ത് പോകുന്ന 41 വർഷത്തിന് ശേഷമുള്ള ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായി മാറിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചൊരു ചോദ്യം നമ്മുടെ കേരള PSCയിൽ വരാൻ പോകുന്ന 25-26 കാലഘട്ടത്തിലെ പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ദൗത്യത്തിൻ്റെ പേര് ആക്സിയം 4. ആക്സിയം 4ൻ്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കിതിൽ പത്രത്തിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതൊരു സ്റ്റാറ്റിക് GK ആയിട്ടും ഇതിൽ വരും. കാരണം 41 വർഷത്തിന് മുമ്പ് 1984 രാകേഷ് ശർമ്മയായിരുന്നു ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശത്ത് പോയ ആദ്യ സഞ്ചാരി. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം സോയൂസ് എന്ന USSRൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ പേടകത്തിലാണ് പോയത്. അവർ തങ്ങിയ USSRൻ്റെ ഇപ്പോഴത്തെ റഷ്യയുടെ നിലയം അറിയപ്പെടുന്നത് സല്യൂട്ട് 7 എന്നാണ്. 21 മണിക്കൂറും 40 മിനിറ്റും അവർ അവിടെ ചിലവഴിച്ചു. ആക്സിയം 4 ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഡോക്കിംഗ് പ്രക്രിയയിലൂടെ, അതായത് ആക്സിയം 4 എന്ന ഈ ദൗത്യം ബഹിരാകാശ നിലയത്തിലേക്ക് ഘടിപ്പിക്കപ്പെടും. ഇങ്ങനെ 2 എണ്ണം ഘടിപ്പിക്കപ്പെടുന്ന ഈ ഒരു പ്രക്രിയയാണ് ഡോക്കിംഗ് എന്ന് പറയുന്ന പ്രക്രിയ. അത് വീണ്ടും നടപ്പിലാക്കാൻ പോകുന്നു. ശുഭാംശു ശുക്ല ഉത്തർപ്രദേശുകാരനാണ്. ഈ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റ് കൂടിയാണ്. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ആദ്യമായിട്ട് പോകുന്ന ഒരു ദൗത്യമാണ് ഇത്. 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി. ഇദ്ദേഹത്തിൻ്റെയോടൊപ്പം പെഗി വിറ്റ്സൺ, അമേരിക്കക്കാരിയായ ആദ്യത്തെ വനിതാ കമാൻഡർ, ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് പലതവണയായി ചെലവഴിച്ച ബഹിരാകാശ സഞ്ചാരി പെഗി വിറ്റ്സൺ ആണ് ഇതിൻ്റെ മിഷൻ കമാൻഡർ. ആദ്യത്തെ വനിതാ കമാൻഡർ കൂടിയാണ് ഇവർ. കൂടെ ഉള്ളത് സ്ലോവോസ് ഉനൻസ്കി, മിഷൻ സ്പെഷ്യലിസ്റ്റ്. മറ്റൊരാൾ കൂടിയുണ്ട്. ഈ സ്ലോവോസ് ഉനൻസ്കി പോളണ്ടുകാരനാണ്. മറ്റൊരാൾ കൂടിയുണ്ട്, അദ്ദേഹമാണ് മിഷൻ സ്പെഷ്യലിസ്റ്റ്. രണ്ടാമത്തെ ആള് ടിബോർ കാബു ഹംഗറിക്കാരനാണ്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 വികസിപ്പിച്ച പേടകത്തിലാണ്, അവരുടെ റോക്കറ്റിലാണ്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഇവർ പോകുന്നത്. അമേരിക്കയുടെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഇത് വിക്ഷേപണം നടത്തിയത്. കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ശ്രീഹരിക്കോട്ടയാണ്. ഓക്കെ, ഈ ബഹിരാകാശ നിലയത്തിൽ ഈ പേടകം എത്തിയപ്പോൾ അവർ ഈ പേടകത്തിൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടായി. പേര് ഗ്രേസ് എന്നാണ്. ഗ്രേസ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ, ശുഭാംശു ശുക്ല പറഞ്ഞ ഒരു വാചകത്തിന് പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ ചന്ദ്രയാൻ വിക്ഷേപിച്ചപ്പോഴും അവിടെ എത്തിയ സന്ദേശവും അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ച സന്ദേശവും തിരിച്ചയച്ച സന്ദേശവും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ പഠിച്ചിരിക്കുക. അതൊരു ഗംഭീര യാത്രയായിരുന്നു എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞ ആ ഒരു കോട്ട്സ്. ഇതുമായി സഹകരിച്ച ഈ ഒരു ആക്സിയം 4ൽ സഹകരിച്ചത് ഏതൊക്കെ ഏജൻസികളാണ്? നാസയുണ്ട്, ഇസ്രോ ഇന്ത്യയുടെ ISRO, യൂറോപ്യൻ സ്പേസ് ഏജൻസി ESA, സ്പേസ് എക്സ് എന്ന് പറയുന്നതും അതേപോലെ ആക്സിയം സ്പേസ് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനികളും ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. ഇനി ഇതുമായി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യം, വെള്ളായണി കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഉമാ ജ്യോതി എന്നീ പറയുന്ന നെല്ലിനങ്ങൾ, തിലധാര എന്ന എള്ളിനം, ഇതൊക്കെ ഇതോടൊപ്പം ഈ ദൗത്യത്തോടൊപ്പം പങ്കാളിയായിട്ടുണ്ട് എന്നൊരു കാര്യം പഠിച്ചിരിക്കണം. ഇതൊക്കെ വികസിപ്പിച്ചത് കാർഷിക സർവകലാശാലയാണെങ്കിലും നിങ്ങളൊക്കെ വികസിപ്പിച്ചത് വെള്ളായണി കാർഷിക സർവകലാശാലയാണെങ്കിലും ഇതിന് നേതൃത്വം നൽകിയത് IISSTയിലെ നമ്മളെ വലിയമല ഇന്ത്യൻ സ്പേസ് ടെക്നോളജിയിലെ ഉന്നത അധികാരിയായ ശ്രീജ ലക്ഷ്മി ആയിരുന്നു. അവർ ഒരു മലയാളിയാണ്. ചോദ്യം വരാം. മറ്റൊരു പ്രധാനപ്പെട്ട മലയാളി സാന്നിധ്യം ഈ ഒരു ദൗത്യത്തിലുള്ളത് ഷംസീർ വയലിൽ ആണ്. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ ഗവേഷണ പദ്ധതിയായ സ്യൂറ്റ് റൈഡ്, അതായത് മൈക്രോ ഗ്രാവിറ്റിയിൽ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളിലൂടെ അതിൻ്റെ ഗവേഷണത്തിലൂടെ പ്രമേഹ പദ്ധതിയാണ് ഈ പറഞ്ഞ സ്യൂറ്റ് റൈഡ്. പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് സ്യൂറ്റ് റൈഡ്. ഇപ്പോൾ ഈ ഒരു പദ്ധതിയും ഇതിൻ്റെ പങ്കാളിയായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതുപോലെ ഡെയിലി സീരീസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന് വേണ്ട ഡീറ്റെയിൽസ് ഇടാറുണ്ട്. ആ ചാനലിൽ ലോഗിൻ ചെയ്യുക. നമ്മുടെ വാട്സാപ്പ്
അഡ്മിൻ നമ്പർ ഇതിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാം പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിനുവേണ്ട ക്ലാസ്സുകൾക്കും PSC റിലേറ്റഡ് ബുക്സിന് വേണ്ടിയും ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ബൈ.